ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് തന്നെയാണ് മുട്ടം പള്ളി പെരുന്നാൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഫിൻ്റെ അപ്പനാണെങ്കിൽ അവിടുത്തെ പ്രസിദ്ധേന്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ബിസിയാണ്. ഈ പ്രാവശ്യത്തെ മുട്ടം പള്ളി പെരുന്നാൾ നടത്തുന്നത് ചേർത്തലയിലെ കടക്കാർ കൂടിയായതുകൊണ്ട് തന്നെ ആൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. അതുകൊണ്ട് എന്നെ കടയും ഏൽപ്പിച്ച് ആൾ പള്ളിയിലേക്ക് പോയി. കൂടുതൽ കച്ചവടം കാര്യങ്ങളും ഒന്നും അറിയില്ലെങ്കിൽ കൂടെ കാശ് മേടിച്ച് വെറുതെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാണ് എന്നെ ഇരുത്തിയത്. അങ്ങനെ ഞാൻ ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും കൂടെ വന്ന് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു മരിയ ഹോട്ടലിൽ പോയത്. അപ്പോൾ കൂടുതലും മീനും ചെമ്മീനും താറാവും കൊഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ചേർത്തലയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും നാടൻ ഭക്ഷണങ്ങളോടാണ് താല്പര്യം കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവിടെ കഫേസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കമ്പയറിങ് ടു തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിലാണെങ്കിൽ ഞാനാണെങ്കിൽ തൃശ്ശൂരിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വെറൈറ്റി ഓഫ് ഫുഡ്സ് എന്തൊക്കെയാണ് എന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചേർത്തല വരുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. പക്ഷേ തനി നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ്, അത് നിസ്സംശയം പറയാം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ക്രേവിങ് വന്നത്. അപ്പോൾ സ്വിഗ്ഗിയിൽ ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് ഒരു ഷെയ്ക്കാണ്. അപ്പോൾ ആ ഷെയ്ക്ക് ടെൻഡർ കോക്കനട്ട് ബൂസ്റ്റ് ഷെയ്ക്ക് എന്നാണ് കണ്ടത്. അപ്പോൾ ഒരു മാജിക് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അങ്ങനെ അത് ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ ആ ക്രേവിങ്ങും പോകാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ പോയി കഴിച്ചു. പക്ഷേ ടെൻഡർ കോക്കനട്ട് ഷേക്ക് എന്ന് വെച്ചാൽ ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച് തന്നത് ശരിക്കും നാടൻ കരിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ് പ്രതീക്ഷിച്ച് തന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം നേരെ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ രാവിലെ നടക്കാൻ പോയി വരുന്നതിൻ്റെ ഇടയിലാണ് സാധാരണ ഗതിയിൽ പൂക്കുന്നതിനേക്കാളും കൂടുതൽ ശംഖുപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അവർ പറഞ്ഞു കായ്കളും ഫലങ്ങളും തരാത്ത ചെടികളും മരങ്ങളും ഒക്കെ നമ്മൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു കടാരയോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ തന്നെ അതിൻ്റെ സെൻസസ് അത് വിചാരിക്കും അതിനെ നശിപ്പിക്കാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഫലങ്ങൾ തരുമെന്ന് പറഞ്ഞു. അതൊന്ന് ട്രൈ ചെയ്തതാണ്.